ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കടയിലോട്ട് പോകുമ്പോഴാണ്. അവൻ പുതിയ പ്രൊജക്ടർ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് നേരെ അപ്പോൾ അങ്ങോട്ട് പോകാം. ഗൈസ്, ഞാൻ ഇങ്ങനെ ഇവിടെ എത്തി. ഇനിയിപ്പോൾ അകത്തോട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ എൻ്റെ കടയിലവിടെ എത്തി. ആ കാണുന്നതാണ് കട, അതിൻ്റെ ഷോപ്പ്. കമോൺ പട്ടി ആകട്ടെ. അപ്പുറത്തേക്ക് ഇത് ബാക്ക് വശമായിരിക്കും മിക്കവാറും. ദക്ഷിണം കണ്ടിട്ട് ബാക്ക് വശം തിരിച്ചുവെച്ച അതേപോലെ നൂത്ത് പയ്യങ്ങ് വെച്ച് നൂത്ത് വെച്ച. ഓക്കെ, ഇതാണ് സാധനം. ഇനി മുകൾ വശമായിരിക്കും. മുകളിലെ 2 ക്ലിപ്പ് അത് ഇപ്പുറത്ത് എന്നിട്ട് പൊക്കിയങ്ങടുത്ത്. ബാഗില്ല എന്നാ. ബാഗുണ്ട്. ശേ, നല്ല ബാഗല്ലേ, ടൂറൊക്കെ പോകാൻ പറ്റിയ ബാഗ്. സെറ്റല്ലേ? പയ്യെടുത്ത് ബാഗ് നല്ല ബാഗ്, ക്വാളിറ്റി ഉണ്ട്. വാറണ്ടി കാർഡൊക്കെ മാറ്റി വെച്ചു. HDMI കേബിള്, റിമോട്ട്. ഇത് എൻ്റെ അതേപോലത്തെ മോഡലില്. പിന്നെ പവർ, ബാക്കിയെല്ലാം സംഭവം ഉണ്ടാണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഓടിയല്ലേ. ഇന്നും കൊടുക്കുക, ഔട്ടും കൊടുക്കുക. ഇത് മാനുവലായിരിക്കും. റിവാർഡ് ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നല്ലേ. 1 വർഷം വാറന്റി. ഞാൻ ഇത്രയും വലുതാണെന്ന് വിചാരിച്ചില്ല. രാജേച്ചിന്റെ പകുതിയൊക്കെ വിചാരിച്ചോളൂ. ആറ്റിങ്ങൽ അവനവഞ്ചേരി പരവൂർക്കോണം മൂത്തേടത്ത് ക്ഷേത്രപ്പറമ്പിൽ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവിടെ അവൻ്റെ കടയിൽ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വേറൊരു ഹാളാണിത്. ഒരു സ്റ്റുഡിയോ കണക്കത്തെ വലിയ ഹാളാണ്. വലിയ ഹാളാണ്. അവിടെ ഫുള്ള് നമ്മൾ ലൈറ്റ് പോസ്റ്റ് ചെയ്യാനായിട്ട് ഫുള്ള് നമ്മൾ പന്തൽ പോത്ത് വെച്ച് ഫുള്ള് നമ്മൾ മറച്ച് വെച്ചൊക്കെയാണ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ഫുള്ളും അടച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് സെറ്റപ്പാണ്. ഇപ്പോൾ അവിടെ ഇവിടെ സ്ക്രീനൊക്കെ ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഗൈസ് നമ്മൾ സ്ക്രീൻ സെറ്റ് ചെയ്തേക്കണത് അത്യാവശ്യം നല്ല വലിപ്പം. ഏകദേശം എത്ര ഇഞ്ച് വരെ? 10 അടി വീതി, 6 അടി ഹൈറ്റ്. 6 അടി ഇതുണ്ട്. അതാണ്. ഇപ്പൊ ഇവിടത്തെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ടേക്കണം. അതാണ് ഇവിടെ ഭയങ്കര ഇരുട്ടാണൊക്കെ തോന്നുന്നത്. പിന്നെ ഇതാണ് പരിപാടി. ഈ പരിപാടി ഉണ്ട്. അത് ലൈറ്റ് ഇടുമ്പോൾ നോക്കിയോ ഗൈസ്, സെറ്റപ്പാണ്. ഓക്കെ, ഒന്നേ. ഇതാണ് നമ്മളെ സ്ക്രീൻ. കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും അടുത്ത് നിൽക്കുമ്പോൾ സെറ്റായിരിക്കും. ഇത്രയും പൊക്കമുണ്ട്, ഇത്ര ഹൈറ്റുണ്ട്. പിന്നെ ഇതാണ് ഹാള്. നാളെ ഒരു പ്രോഗ്രാം ഉണ്ട് ഗൈസ്, അതുകൊണ്ടാണ് അവിടെ ഒരു ഫ്ലെക്സ് ഒക്കെ അടിച്ച് സെറ്റപ്പ് ആക്കി വെച്ചേക്കണത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനിയിപ്പോ നാളെ ഇത് കൊണ്ടുവരാൻ പറ്റും. നമ്മള് പ്രൊജക്ടർ നാളെ കൊണ്ടുവരത്തുള്ളൂ. എല്ലാം നാളെ രാവിലെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി നോക്കാം. ബാക്കി നമുക്ക് നാളെ കാണാം. ഇനിയിപ്പോ ഇവിടെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തെല്ലാം സെറ്റായി. ഇനിയിപ്പോ നമ്മൾ വേണ്ട ഇവിടെ അതിന്റെ കഥ ഡോർ ഉള്ളത്. ഇനിയിപ്പോ നമ്മൾ ഇതിൽ കൂടെ പോയി ഇനിയിപ്പോ ഇവന്റെ കടയിൽ പോകണം എനിക്ക്. എന്നിട്ട് ആ പ്രൊജക്ടറിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നാളെ ഇനിയിപ്പോ വരാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ വൈകുന്നേരം ഇനിയിപ്പോ നാളെ വരാം ഗൈസ്. ഇതിപ്പോൾ നമ്മൾ നിൽക്കണ 3ാമത്തെ നിലയിലായിരുന്നു നമ്മൾ ഈ ഹാള് വരണത്. ഇതിപ്പോൾ 2ാമത്തെ നിലയാണ്. 2ാമത്തെ നിലയിൽ വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല കിടിലം വ്യൂ ആണ്. അപ്പുറത്തൊക്കെ ഹാളുണ്ടല്ലേ? അതൊക്കെ എന്തിൻ്റെ ഹാളാണ്? റൂമുകളൊക്കെയാണല്ലേ? ഓക്കെ, അത് ലോഡ്ജ് പോലത്തെ എന്തോ സംഭവം ഉണ്ടോ? അവിടെ തുണികളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇതിന് നമുക്ക് ഏകദേശം ഇതിപ്പോൾ 2ാമത്തെ നിലയാണ് അവിടെ. അത് 3ാമത്തെ നിലയാണ് ഇത്.
അപ്പൊ നമ്മൾ നിന്നത് 4ാമത്തെ നിലയിലാണ്. ഫ്ലോർ ആ ഓക്കെ ഗൈസ്. അപ്പൊ നമ്മൾ നിന്ന 4ാമത്തെ നിലയിലാണ് ഹാള് വരുന്നത്, ഏറ്റവും ടോപ്പിൽ. ഓക്കെ, ശരിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഗൈസ് എൻ്റെ കാര്യങ്ങൾ. ഇതിപ്പോൾ 2ാമത്തെ നിലയാണ്. 2ാമത്തെ നിലയുടെ വ്യൂ ആണ് ഇത്. കാരണം സെറ്റ് വ്യൂ ആണ്. അവിടെയൊക്കെ ചെടിയൊക്കെ തൂക്കിയിട്ട്. ഇതൊക്കെ ഓരോരോ കടകളാണ് ഗൈസ്. ഇതിൻ്റെ ഇത് ഇവർക്കുള്ളല്ലേ? ആ, ഈ കട ഇപ്പം അടച്ച് ഇവരെ ഹാളാണ് മുകളിൽ നമ്മൾ പോയത്. ഓ, ഇത് മൊത്തം ഇവരാണ്. ഓക്കെ ഓക്കെ, ആ അങ്ങനെ. ഓക്കെ, സെറ്റ്. സൺസെറ്റൊക്കെ കാണാം. സൂര്യനൊക്കെ ഉദിച്ച് അസ്തമിക്കാൻ പോകും. ശരി. എന്തൊരു ഐസ്ക്രീം? മെറി ബോയ്. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത ദിവസമായി. അങ്ങനെ ഇപ്പോൾ അവൻ്റെ കടയിലെത്തിയൊക്കെയാണ്. കടയിലോട്ട് കയറാം, ചെരുപ്പ് ഊരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അവൻ്റെ കടയിൽ കയറിയിട്ടുണ്ട്. നമ്മളെല്ലാം പാക്കേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം സെറ്റപ്പാണ്. ഇത് കൊണ്ടുപോകണം, ഇതെല്ലാം കൊണ്ടുപോകണം. പിന്നെ വേറെ എന്താ? ഇത് രണ്ടുമല്ലേ? ഇത് രണ്ടും എടുക്കണം. പിന്നെ ഒരു കീബോർഡ്, ഇത്രയൊക്കെയാണ് കൊണ്ടുപോകാം. അവിടെ ആളുണ്ടാവും. എത്ര? 9:30 ഗൈസ് പ്രോഗ്രാം. അപ്പൊ നമുക്ക് അതന്നെ, പ്രൊജക്ടറും കാര്യങ്ങളും എല്ലാം പ്രൊജക്ടറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യണം. ഇനിയിപ്പോ സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാം. ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ വല്ലതൊക്കെ എല്ലാവരുടെ കാണിച്ചു തരാം പറ്റെങ്കിൽ. അപ്പൊ ഗൈസ്, ഇനിയിപ്പോ അങ്ങോട്ട് പോവാം. അതൊന്നും വേണ്ട. നിന്റെ പോലൊരു ടോട്ടൽ പാക്കേജിന് ടോട്ടൽ ക്യാഷ് അത് മാത്രം. നിങ്ങളുടെ കുട്ടിക്ക് ടോട്ടൽ കെയർ നൽകാൻ 9 സന്തോഷമൊക്കെ കാണായിരുന്നു. അദ്ദേഹത്തിന്റെ മകനും വേണ്ടിയില്ല, മകനാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ കുടുംബക്ഷേമ കേന്ദ്രം എന്ന് പറയുന്നത് അവിടെ ചെന്നാൽ ഡോക്ടറില്ല, മരുന്നില്ല. എന്തായിരുന്നു അത്? ഈ സൈഡ് അല്ലെങ്കിൽ ആ സൈഡ് പൊട്ടിച്ചാൽ മതി. ആ സൈഡ് പൊട്ടിച്ചാൽ അകത്ത് വേറെ കവർ കാണോ അവിടെ? നീ വേഗം പടക്കം പഠിച്ചാൽ എനിക്ക് പോകാം.